ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വീഡിയോ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മുടെ വീടിൻ്റെ വാർക്ക ചെയ്യുന്ന സമയത്ത് വാർക്കയുടെ സൈഡുകളിലും അതുപോലെ തന്നെ സെൻറ്റ് സൈഡ്, അതായത് വീടിൻ്റെ ഫ്രണ്ടിലും സെൻറ്റ് സൈഡുകളിലും മെയിൻ ഏരിയകളിലും റൂമുകളിലുമായിട്ട് നമ്മൾ സീലിംഗ് ചെയ്യാതെ തന്നെ നമുക്ക് എങ്ങനെ ചെറിയ ലൈറ്റ്സുകൾ നമ്മുടെ വാർക്കയുടെ അകത്ത് ഇടാമെന്നും അതിന് വേണ്ടിയിട്ടുള്ള ഡിവൈസും അതിനുള്ള കോൺക്രീറ്റിലിടാവുന്ന ഹൈ ക്വാളിറ്റി വരുന്ന ഗാർണർ എന്ന് പറയുന്ന കമ്പനിയുടെ ഹൈ ക്വാളിറ്റി വരുന്ന സീലിംഗ് ബോക്സാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. ഇത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ 1 വാട്ടിന് ഉപയോഗിക്കാവുന്നതും 2 വാട്ടിന് ഉപയോഗിക്കാവുന്നതുമായിട്ടുള്ള പ്രൊഡക്ട്സാണ് നമ്മൾ ഇപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി ഈ പ്രൊഡക്ട്സ് എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാമെന്നും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ 2 സൈഡുകളിലും പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ടോപ്പ് കൊണ്ട് ഈ ഗാർണർ എന്ന് പറയുന്ന ആ നെയിം ബോർഡ് കണ്ടോ, ഇവിടെയാണ് നമ്മുടെ 1 വാട്ട് LED നമ്മൾ ഇവിടെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഭാഗമായിരിക്കണം നമ്മുടെ താഴേക്ക്, അതായത് വാർക്കയുടെ ഏറ്റവും താഴെ തട്ടടിക്കുന്ന സമയത്ത് അവിടെ ടച്ച് ചെയ്തിരിക്കുന്നത് ആ ഭാഗമായിരിക്കണം. ആ ഭാഗത്തായിരിക്കണം നമ്മൾ കറക്റ്റ് ചെയ്ത് പറയുന്ന 1 വാട്ട് LED നമുക്ക് അവസാനം എല്ലാ വയറിങ് കഴിയുന്ന സമയത്ത് അവിടെയാണ് ഇടുന്നത്. പിന്നെ 2 സൈഡുകളിൽ നിങ്ങൾ കാണുന്നുണ്ടോ, ആ 2 സൈഡുകളിൽ ഇത്രയും ലെങ്ത് ആണ് വരുന്നത്. അതായത് ഏകദേശം ഒരു 2.5 ഇഞ്ചോളം നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട്. ഇത് മെയിനായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാർക്കയിലാണ്, അതായത് മെയിൻ വാർക്കകളിലാണ് ഇത് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഇതിങ്ങനെ നമുക്ക് അതിൻ്റെ ക്യാപ്പ് ഊരാൻ പറ്റും. ക്യാപ്പ് ഊരിയതിന് ശേഷം അതിൻ്റെ അകത്തുള്ള വയറിങ് കണ്ടോ, നിങ്ങൾ അതിലൂടെയാണ് വയറിങ് വരുന്നത്. ഈ വയറിങ്ങിൻ്റെ സിസ്റ്റം നേരെ നമ്മൾ കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ താഴെ 20 mm പൈപ്പും അതുപോലെ തന്നെ 16 mm പൈപ്പും കൊടുക്കാവുന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. 20 mm പൈപ്പ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കൊടുക്കാം. ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അതായത് 20 mm പൈപ്പ് ഡയറക്റ്റ് നമ്മുടെ വയറിങ്ങിന് ഉപയോഗിക്കുന്ന 3/4 ഇഞ്ച് പൈപ്പ് ഡയറക്റ്റായിട്ട് നമുക്ക് 2 സൈഡുകളിലേക്കും സിമ്പിളായിട്ട് കണക്ട് ചെയ്യാം. ഇനി അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് ജസ്റ്റ് നിങ്ങളത് കാണിച്ചിട്ട് അത് മാത്രമല്ല വരുന്നതെന്ന് വെച്ചാൽ 16 mm പൈപ്പാണ് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 16 mm പൈപ്പ് നമുക്ക് ഇടാവുന്ന രീതിയിൽ അതിൻ്റെ സൈഡിൽ അഡാപ്റ്റർ വരുന്നുണ്ട്. ഈ അഡാപ്റ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സൈഡിലൂടെ കണക്ട് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ 4 സൈഡുകളിൽ 4 ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഹോളുകൾ കണ്ടോ, അത് കുളത്ത് പോലെ. ഇത് നേരെ നമ്മൾ ഈ ഡിവൈസ്, അതായത് ഈ ബോക്സ് നമ്മളിങ്ങനെ വാർക്കയിൽ വെച്ചതിന് ശേഷം കമ്പികളിൽ ടൈറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ്. കാരണം വെച്ചാൽ വൈബ്രേറ്റർ വാർക്കുന്ന സമയത്ത് വൈബ്രേറ്റർ കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് തെന്നി മാറാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ആ കറക്റ്റ് ആ 4 ഹോളുകളിൽ കെട്ടി കറക്റ്റ് ചെയ്ത് വയ്ക്കാൽ കെട്ടുകമ്പി ഉപയോഗിച്ചിട്ട് നമ്മൾ കമ്പിയുമ്പോൾ കെട്ടി വെച്ചാൽ പിന്നെ ഒരിക്കലും വൈബ്രേറ്റ് ചെയ്ത് മാറിപ്പോവില്ല. അത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 20 mm പൈപ്പ് നമുക്ക് വളരെ സിമ്പിളായിട്ട് 2 സൈഡുകളിലേക്കും കൊടുക്കാവുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കോമൺലി കൂടുതൽ യൂസ് ചെയ്യുന്നത് 20 mm പൈപ്പുകൾ തന്നെയാണ് ആളുകൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ച് റെയറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന 16 mm പൈപ്പുകളാണ് എന്ന് വിചാരിച്ച് പേടിക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ 16 mm പൈപ്പിൻ്റെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അഡാപ്റ്റർ തന്നിരിക്കുന്നത്. ചെറിയൊരു റെഡ്യൂസർ പോലെ, അല്ലെങ്കിൽ ഒരു ബുഷ് എന്ന് പറയാം, നമ്മൾ പ്ലംബിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ബുഷ് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന അതിൻ്റെ കൂടെ ഒരു ക്യാപ്പ് കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ ആ ക്യാപ്പ് ഇട്ടതിന് ശേഷം അതിൻ്റെ തുമ്പത്ത് വരുന്ന ആ എൻഡ് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കുത്തിയാൽ മതി. അത് പുറത്തേക്ക് പൊക്കോളും. അത് കഴിഞ്ഞ് നമ്മൾ ആ അഡാപ്റ്റർ എന്ന് പറയാം, അല്ലെങ്കിൽ ബുഷ് എന്ന് പറയാം. ബുഷ് അതിൻ്റെ അകത്തേക്ക് കയറ്റിയിട്ടതിന് ശേഷം 16 mm പൈപ്പ് കൊടുക്കുക. ഈ കാണുന്ന ഏത് രീതിയിൽ പൈപ്പ് കൊടുത്താലും നമ്മൾ ഇങ്ങനെ ആയിരിക്കണം. അതായത് ഇത് അതിൻ്റെ അടിവശം കണ്ടോ, ആ അടിവശം ഗാർണർ എന്ന് പറയുന്ന അവിടെ പേര് വരുന്ന നെയിമുണ്ട്. ആ ഗാർണർ എന്ന് പറയുന്ന ആ പേര് വരുന്ന ആ എൻഡായിരിക്കണം നമ്മുടെ വാർക്കയുടെ തട്ടടിക്കുന്ന സമയത്ത് ഷീറ്റിനോട് ചേർത്ത് നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മൾ പറഞ്ഞ രീതിയിൽ കെട്ടുകമ്പി ഉപയോഗിച്ച് കെട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ മാർക്ക് ചെയ്ത സ്ഥലത്തുനിന്ന് ഒരിക്കലും മാറിപ്പോവില്ല. അല്ലെങ്കിൽ വൈബ്രേറ്റർ ഇടുന്ന സമയത്ത് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇവിടെയാണ് നമ്മളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ക്യാപ്പിലാണ് നമ്മൾ 1 ഇഞ്ച് അല്ലെങ്കിൽ 1 വാട്ടിൻ്റെ അല്ലെങ്കിൽ 1 വാട്ട് വരുന്ന ലൈറ്റ് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഗാർണർ എന്ന് പറയുന്ന ആ നെയിം ബോർഡ് കൊടുത്തിരിക്കുന്ന സ്ഥലത്താണ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 16 mm പൈപ്പ് നമ്മൾ ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 1 സൈഡ്. ഇപ്പോൾ ഇതിൽ ഞാൻ ഈ കാണുന്ന അഡാപ്റ്ററാണ് നമ്മൾ 16 mm വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. എൻഡ് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ 16 mm പൈപ്പ് നമുക്ക് അതിലേക്ക് കൊടുക്കാൻ സാധിക്കും. ഇനി അതല്ല 1 സൈഡാണ് നമ്മൾ പൈപ്പ് ഉപയോഗിക്കുന്നത്. 1 സൈഡ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ എൻഡാണ് വരുന്നത്, അങ്ങോട്ട് പൈപ്പ് പോകുന്നില്ലെങ്കിൽ ആ ക്യാപ്പിൻ്റെ ആ ക്യാപ്പ് തന്നെ നമുക്ക് ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻഡ് ക്യാപ്പായിട്ട് വർക്ക് ചെയ്യും അതിൻ്റെ തൊട്ടപ്പുറത്ത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് ഒരു അഡാപ്റ്റർ അല്ലെങ്കിൽ ബുഷ് എന്ന രീതിയിൽ തന്നിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ മെയിനായിട്ട് വരുന്ന സിസ്റ്റം വരുന്നത്. നമ്മൾ ഈ ഗാർണർ എന്ന് പറയുന്ന കമ്പനി തന്നെ 2 എണ്ണം ഇറക്കുന്നുണ്ട്. 1 വാട്ടും ഇറക്കുന്നുണ്ട്, 2 വാട്ടും ഇറക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സൈസ് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് 2 വാട്ടാണ് വരുന്നത്. ഈ 2 വാട്ടിൻ്റെ ഡിവൈസ് എന്ന് പറയുന്നത്, ഈ 2 വാട്ടിൻ്റെ ബോക്സ് കുറച്ചുകൂടി വലിപ്പം ഉണ്ടാവും. അതായത് ഇത് ഇത്രയും ലെങ്ത്ത് വരുന്നുണ്ട്. ഏകദേശം 2.5 ഇഞ്ചോളം ഇതിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട്. ഈ 2.5 ഇഞ്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ വാർക്കയുടെ സ്ലാബിലാണ്. സ്ലാബ് വരുന്നത് ഏകദേശം ഒരു 4.5 ഇഞ്ച് 4 ഇഞ്ച് തൊട്ട് 6 ഇഞ്ച് വരെ ഹൈറ്റ് വരാറുണ്ട്, അതായത് കനം വരാറുണ്ട്. അപ്പോൾ നമുക്ക് 2.5 ഇഞ്ചാണ് ഇത് വരുന്നത്. ബാക്കി നമുക്ക് ഫ്രീ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് വാർക്കയിൽ ലീക്ക് വരും കാര്യങ്ങളൊന്നും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഈ പ്രൊഡക്ട്സ് വേണമെങ്കിൽ നമ്മുടെ സെൻറ്റ് സൈഡ് ഉപയോഗിക്കും. സെൻറ്റ് സൈഡ് നമ്മൾ വരുന്നത് 2 ഇഞ്ച് അല്ലെങ്കിൽ മാക്സിമം 2.5 ഇഞ്ചാണ്
നമ്മളെ കനം വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻ, അതായത് പൈപ്പ് പോകുന്ന പോർഷൻ കൂടാതെ താഴേക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കറക്റ്റ് കട്ട് ചെയ്തിട്ട് ഈ ക്യാപ്പ് അവിടെ ഇട്ടിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 1.5 ഇഞ്ച് 1.25 ഇഞ്ച് മാത്രമേ അത് വരുന്നുള്ളൂ. അവിടെയും നമുക്ക് ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ബൾബിൻ്റെ ഹൈറ്റ് എത്രയാണ്, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന 1 വാട്ടിൻ്റെ ആ 1 വാട്ട് സ്പോട്ട് ലൈറ്റ് എത്രയാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കറക്റ്റ് ലെവലിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിരിക്കും. ഏകദേശം കൂടുതലൊന്നും വരാറില്ല, ഏകദേശം ആ പൈപ്പിൻ്റെ ലെങ്ത്തിൽ നമുക്ക് കിട്ടാറുണ്ട്. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് 1 വാട്ടും 2 വാട്ടുമാണ് പരിചയപ്പെട്ടത്. ഇനി നമുക്ക് അതിനേക്കാൾ മുകളിലേക്ക് 3 വാട്ട് 5 വാട്ട് 6 വാട്ട് കൊടുക്കാവുന്ന പ്രൊഡക്ട്സുകളും ഗാർണർ കമ്പനി ഇറക്കുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് അടുത്ത വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇത് നമ്മൾ കോൺക്രീറ്റിൽ ഉറപ്പിക്കുന്ന സമയത്ത് ഏതൊക്കെ ലൈറ്റ്സുകൾ കൊടുക്കാൻ പറ്റും എന്നുള്ള ഫുൾ ഡീറ്റെയിൽ നമുക്ക് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ MRP കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്, നമുക്കിത് എവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം. ഇത് കമ്പനി തന്നെ ഒരു 2-3 ടൈപ്പ് കാര്യങ്ങൾ ഇറക്കുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 3 വാട്ട് വരുന്നുണ്ട്, 5 വാട്ട് വരുന്നുണ്ട്, 10 വാട്ട് വരുന്നുണ്ട്, 8 വാട്ടിന് കൊടുക്കാം. പിന്നെ ഏറ്റവും ഹൈ ലെവലിൽ 15 വാട്ട് വരെ കൊടുക്കാവുന്ന വലിയ ബോക്സുകളും കമ്പനി ഇറക്കുന്നുണ്ട്. നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഏകദേശം 10 വർഷമായിട്ട് ഞങ്ങൾ എല്ലാ വീടുകളിലും നമ്മൾ സീലിംഗ് ചെയ്യുന്ന വീട് പോലെ പറയുന്ന വീടുകളിലെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ് ഈ പ്രൊഡക്ട്സ്. തന്നെയാണ് ഗാർണറിൻ്റെ പ്രൊഡക്ട്സുകൾ ചോദിച്ചു വാങ്ങി തന്നെ ഇട്ട് കൊടുക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് വന്നിട്ട് ഒരു ഐവറി കളറിലൊക്കെ ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് നമ്മൾ വാങ്ങിച്ച് അതിനേക്കാൾ റേറ്റ് കുറവും കാര്യങ്ങളൊക്കെ നോക്കിയാണെങ്കിൽ നമ്മൾ വാങ്ങിച്ചിട്ടെങ്കിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തേക്ക് നമ്മൾ വർക്ക് ചെയ്ത സമയത്ത് കളി ഇറങ്ങി ടൈറ്റായി കഴിഞ്ഞു. പിന്നെ നമ്മൾ വയറിങ്ങിന് ചെല്ലുന്ന സമയത്ത് ഇതെല്ലാം തന്നെ കുത്തി കളയേണ്ട ഒരു അവസ്ഥ വന്നു. ചില ബോക്സുകൾ നമുക്ക് എടുക്കാൻ പറ്റാതെ വന്നു. അവിടെ അത്രയും സ്ഥലം വേക്കൻ്റ് ആയിട്ട് കിടക്കും. ചിലപ്പോൾ വീട്ടുകാരൻ പറഞ്ഞിരിക്കുന്ന അവിടെ ഒരു ലൈറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ നമുക്കത് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ നമ്മൾ വാർക്കയുടെ ഉള്ളിലിടുന്ന സമയത്ത് നമ്മൾ ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് തന്നെ വാങ്ങിച്ചിടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പൊട്ടിപ്പോകാത്ത മെയിൻ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ വാർക്കുന്ന സമയത്താണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഹൈ റിസ്ക് വരുന്നത്. ഒന്നല്ലെങ്കിൽ വൈബ്രേറ്ററിൻ്റെ മെഷീൻ ഇടും. ആ വൈബ്രേറ്റർ ഇടുന്ന സമയത്ത് കളി കംപ്ലീറ്റ് ഈ പറയുന്ന ഹൈ ക്വാളിറ്റി അല്ല ലോ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങും. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിലൂടെയാണ് ലേബേഴ്സ് എല്ലാവരും ചവിട്ടി നടക്കുന്നത് ആ വാർക്കുന്ന സമയത്ത്. ആ സമയത്തും ഇതുപോലെ തന്നെ നല്ല ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് അല്ല നമ്മൾ ഇടുന്നതെങ്കിൽ ചവിട്ടി പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. പൊട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അതിൻ്റെ അകത്ത് പരിക്കം കയറിയിരിക്കുക അല്ലെങ്കിൽ കോൺക്രീറ്റ് കയറിയിരിക്കുക. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രോളി, അതായത് പരിക്കം കൊണ്ടുവന്ന ട്രോളി പോലും ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്ട്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും പൊട്ടിയിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഇത്രയും പാട് കഴിച്ചിട്ട് അവസാനം ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരും. അതിനേക്കാൾ നല്ലത് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത്, അതായത് കോൺക്രീറ്റിൽ നമ്മൾ ഇടുന്നതാണെങ്കിൽ ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും പേടിക്കേണ്ട. ഇലക്ട്രീഷ്യൻ ആണെങ്കിലും പേടിക്കേണ്ട കാര്യമില്ല, അതുപോലെ തന്നെ വീട്ടുകാർക്കാണെങ്കിലും പേടിക്കേണ്ട കാര്യമില്ല. കേരളത്തിലെ ഏത് ഇലക്ട്രിക്കൽ ഷോപ്പിൽ ചെന്നിട്ടാണെങ്കിലും ഗാർണറിൻ്റെ ഈ പ്രൊഡക്ട്സുകൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ധൈര്യമായിട്ട് വിശ്വസിച്ച് വാങ്ങിച്ചിടാൻ പറ്റുന്ന പ്രൊഡക്ട്സാണ്. കണ്ണടച്ച് നിങ്ങൾക്ക് വാർക്കയിലിടാം. ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒരിക്കലും ഉണ്ടാകാത്ത ഒരവസ്ഥയിലേക്കാണ് കമ്പനി അതിൻ്റെ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് തന്നിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല അതിൻ്റെ ഒരു മിൽക്കി വൈറ്റ് ഉണ്ട്. ഈ പ്രൊഡക്ട്സ് അവരുടെ തന്നെ പേറ്റൻ്റ് രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. മിൽക്കി വൈറ്റ്സ് ഇവർക്ക് മാത്രമാണ് ഉള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഈ പ്രൊഡക്ട്സിനെ കുറിച്ച് നിങ്ങൾ വാങ്ങണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കോൺടാക്ട് നമ്പറും കാര്യങ്ങളും കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.